അപ്പോൾ എനിക്കിത് ചെയ്യാനായിട്ട് വളരെ ലോ ബഡ്ജറ്റ് വന്നിട്ടുള്ളൂ കേട്ടോ. കാരണം പല ആളുകളും കടലപ്പിണ്ണാക്ക് അടിവളം ഒരുപാട് ആളുകൾ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ ഞാൻ ചെയ്ത പോലെ സിമ്പിളായിട്ട് കൊടുത്താൽ തന്നെ ഒരുപാട് ലോ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടി കുറച്ച് പ്ലാന്റുകൾ നടുന്ന പരിപാടി കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതാ ബാക്കിൽ കിടന്ന ഡ്രമ്മിൽ നടുന്നൊരു വർക്ക് കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രം കേട്ടോ. 4 ഡ്രം എടുത്തിട്ടുണ്ട്. കുറച്ച് പഴയ ഡ്രമ്മാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. 400 രൂപ 500 രൂപയാണ് ഒരു ഡ്രമ്മിന് വരുന്ന റേറ്റ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സാധാ 250 ലിറ്ററിൻ്റെ ഡ്രമ്മാണ്. ഇത് സെൻറ്റർ മുറിച്ചിട്ട് 2 എണ്ണം ആക്കും കേട്ടോ. അങ്ങനെ 8 പീസാണ് നമ്മൾ 4 എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഈ 4 ഡ്രമ്മുകളൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടോ. 4 ഡ്രമ്മ് 8 പീസാക്കി കട്ട് ചെയ്തിട്ടോ. മെഷീൻ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണ് നിറക്കണം. മണ്ണ് നിറക്കേണ്ടത് കുറച്ച് കല്ല് ഇല്ലാത്ത മണ്ണാണ്. ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലത്തെ മണ്ണാട്ടോ, ചുവന്ന മണ്ണാണ് നമുക്ക് വേണ്ടത്. കാരണം സാധാരണ മണ്ണ് പിന്നെ കുറച്ച് കല്ലുള്ളതായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് തരിച്ചിട്ട് എടുക്കണം കേട്ടോ. ഓവർ കല്ല് പറ്റൂല. ഈ വലിയ വലിയ കല്ലുകളൊക്കെ ഒഴിവാക്കണം. അതുകൊണ്ട് ഞാൻ നെറ്റ് വെച്ച് തരിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് ഫുള്ളാക്കാം. ഈ ഒരു മെഷ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. അരയിക്കര മെഷാണ്. അപ്പോൾ ഇത് ഡ്രമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ തരിച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ പൊടിയേ കിട്ടുള്ളൂ, വലിയ കല്ലൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടു നോക്കിയാലോ. ഓക്കെ, അങ്ങനെ മണ്ണ് നമ്മൾ തരിച്ചെടുത്തു കേട്ടോ. അരയിക്കര മെഷ് ഉപയോഗിച്ചിട്ട് തരിച്ചെടുത്തു. അതുകൊണ്ട് വലിയ വലിയ കല്ലുകളൊക്കെ പോയിട്ടോ. ഇനി ചെറിയ ചരലേ ഉള്ളൂ. ഇത് പ്രശ്നമല്ല കേട്ടോ. ഇതുപോലെ നമ്മൾ തരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാനുണ്ട്. മിക്സ് ചെയ്യാൻ നമ്മളിവിടെ കൂട്ടിയിട്ടുള്ളത് ചാണകപ്പൊടി കേട്ടോ. ഉണക്കിയതാണ്. ഉണക്കിയ പൊടി പശു വളർത്തുന്ന ആളുകളെ വീട്ടിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഉണക്കിയ പൊടിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ഡ്രമ്മക്ക് 2 കൊട്ടയാണ് നമുക്കിത് യൂസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഡ്രമ്മ് മണ്ണ് നിറക്കുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ള കാര്യം, ഇതിന് ഹോളുകൾ ഇടണം. ചെറിയ ഹോൾ ഒരു 4 എണ്ണം. അടിക്കല്ല ഇടേണ്ടത്, സൈഡിനാട്ടോ. ഒരു സൈഡിനാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഹോൾ ഇട്ടൊന്ന് കണ്ടു നോക്കാം. വേണ്ട. അപ്പോൾ 4 സൈഡിലായിട്ട് നമ്മൾ ഹോൾ ഇടുക കേട്ടോ. അപ്പോൾ ഇതിൽ ചെറിയ ബിറ്റാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. 4 എണ്ണം ഇടുന്നത് കാരണം ചെറിയ ബിറ്റ് ആവുന്നതുകൊണ്ടാണ്. പല ആളുകൾ 2 സൈഡിലിടും. കുറച്ച് വലിയ ബിറ്റൊക്കെ ആണെങ്കിൽ 2 ഹോൾ ഇട്ടാൽ മതി. അപ്പോൾ ഇത് കുറച്ച് ചെറിയ ബിറ്റ് ആവുന്നതുകൊണ്ട് 2 ഹോളാണ്, 4 ഹോളാണ് ഇടുന്നത് കേട്ടോ. ഓക്കെ, ഇതുപോലത്തെ ചെറിയ ഹോളായിട്ട്, അതിപ്പോൾ ഒരു നമ്മൾ ചൂണ്ടവിരലിൻ്റെ പകുതിയേ ഉള്ളൂ. അതുപോലത്തെ 4 ഹോളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 4 ഹോൾ നമ്മൾ ഇട്ടിട്ടോ. 1 ഇവിടെ, 2, 3, 4 ഹോൾ. ഇങ്ങനെ 4 ഹോൾ ഇട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് വളപ്പൊടി മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. വേറെ ഒരു പിണ്ണാക്കോ അല്ലെങ്കിൽ പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു വളമേ നമ്മളിതൊക്കെ യൂസ് ചെയ്യുന്നില്ല. വെറും നാച്ചുറൽ പിന്നെ ചാണകം മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. മിക്സ് ചെയ്തിട്ട് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതൊരു ഡ്രമ്മുക്കുള്ള മണ്ണാട്ടോ. ഇതൊരു ഡ്രമ്മുക്കുള്ള മണ്ണാണ്. ഇതിലേക്ക് നമ്മൾ 2 കൊട്ടയാണ്, കൊട്ട കൊണ്ട് അളന്നിട്ട് തന്നെയാണ് ഇട്ടുള്ളത്. 2 കൊട്ടയാണ് നമ്മൾ ചാണകപ്പൊടി എടുത്തിട്ടുള്ളത്. ഇനി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് നിറച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഡ്രമ്മ് നിറച്ച് കൊടുക്കാം. ഡ്രമ്മ് ആദ്യം വെക്കേണ്ട രീതികൾ എവിടെയാണെന്നുള്ള കറക്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അത് അനക്കാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ മണ്ണ് നിറച്ച് വെച്ചതാണ് ഏകദേശം. അപ്പോൾ ഇതൊക്കെ എവിടെയൊക്കെയാണ് വെക്കേണ്ടതെന്നുള്ള കറക്റ്റ് രീതിയിൽ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിറച്ച് നോക്കിയാലോ. ഓക്കെ, ഇവിടെ സീറ്റിംഗ് ആക്കി വെച്ചിട്ടോ. ഒരു ഡ്രം ഇവിടെ തന്നെ സീറ്റിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. അടിയിൽ സീറ്റിങ്ങിന് വേണ്ടി കുറച്ച് മണ്ണും വെച്ചിട്ടുണ്ട്. കാരണം കറക്റ്റ് ലെവലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ തേങ്ങ പൊളിക്കുന്ന ചകിരിയാണ്. ഈ ചകിരി കഴുത്തിയിട്ട് നമ്മൾ കവുത്തി വെക്കണം. എന്താ വെച്ചാൽ ഹോളടിച്ചതിൻ്റെ ഇവിടെ മറവിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. കാരണം വെള്ളം ഒരിക്കലും ഇതിൽ നിൽക്കാൻ പാടില്ല. കാരണം നമ്മൾ മണ്ണ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ മണ്ണുകളൊക്കെ അതിൽ ആ ഹോളിൽ പോയി അടിയും. പിന്നെ ഒരു കാലത്തും പിന്നെ അത് അതിലൂടെ വെള്ളം ഓവർഫ്ലോ ആയിട്ട് പോകില്ല. അപ്പോൾ എന്ത് ചെയ്യണം, വെള്ളം നിൽക്കാൻ പാടില്ല. അപ്പോൾ ഇത് ചകിരി കൊണ്ട് മറച്ച് വെക്കണം. ചകിരി കൊണ്ട് മറച്ച് കഴിഞ്ഞാൽ ചകിരി അത് കാലക്രമേണ ദ്രവിച്ച് പോയിക്കോളും. അവിടെ ഒരു ആകൃതിയിലാണ് നിന്നോളും. പിന്നെ ഒരിക്കലും അവിടെ മണ്ണ് ഇറങ്ങൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചകിരി ഒന്ന് കവിത്തിയിട്ട് 1-2 ചകിരി ഇവിടെ വെച്ച് കൊടുക്കും വേണ്ടോ. ഒന്ന് കണ്ടു നോക്കിയാലോ. ഓക്കെ, ഞാൻ ചകിരി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഹോള് വരുന്നിടത്തൊക്കെ കവിത്തി വെച്ചിട്ടുണ്ട്. ഒരു 2-3-4 ചകിരി നമ്മൾ നേരെയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതായത് മിക്സ് ചെയ്ത് നമ്മുടെ ചാണകം മിക്സ് ചെയ്ത മണ്ണ് ഇനി അതിലോട്ട് നിറച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ നിറച്ച് കഴിഞ്ഞു കേട്ടോ. ഇത് ഫില്ല് ചെയ്തു. പക്ഷേ ഇത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ പാടില്ല കേട്ടോ. ഫുള്ളായിട്ട് ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് ഇതിന് അടിക്ക് വേണ്ട. കാരണം നമ്മളിനി ഇതിപ്പോൾ
ഇനി വെള്ളം പാരുമ്പോൾ ഇതൊന്നും കൂടെ താന്നു പോകും കേട്ടോ. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒന്നും കൂടെ താന്നു പോകും. അപ്പോൾ ഒരു 4-5 ഗ്യാപ്പൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. കാരണം നമുക്ക് ഭാവിയിൽ ചെറിയതായിട്ട് വളമ്പകളും പിന്നെ വേസ്റ്റുകളൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ ചെറിയ താഴ്ച വേണം. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു തൈ നട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച തൈകൾ കേട്ടോ. ഇതിലിപ്പോൾ ഈ ഒരു 4 തൈകൾ കുറച്ച് ചെറുതായിപ്പോയി. ഇത് വലുത് അവരുടെ കയ്യിലില്ലായിരുന്നു. ഇത് ഓറഞ്ചാട്ടോ. ഒരു വർഷത്തിൽ 2 തവണ കായ്ക്കുന്ന ഓറഞ്ചാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അതുപോലെ ഇത് സൂപ്പർ എർലി ചക്കേട്ടോ. ഇത് അതായത് 1.5 വർഷം 2 വർഷം കൊണ്ട് കായ്ക്കുന്ന അവർ പറഞ്ഞുള്ളത്. പക്ഷേ അത് ഈ തൈയല്ല, പക്ഷേ വലിയ തൈ ഉണ്ടായിരുന്നു. പക്ഷേ അത് അവർക്ക് സ്റ്റോക്ക് തീർന്നതാണ്. അതുപോലെ ഇത് 4 വർഷം കഴിഞ്ഞിട്ടേ കായ്ക്കുള്ളൂ. റെഡായിരിക്കും വരും കേട്ടോ. പിന്നെ ഇത് ബനാന ചിക്കുവാണ് കേട്ടോ. നീളം കൂടിയ ചിക്കുവാണ്. ഇത് ലഗാൻ NIT ബെറ്ററാണ്. പക്ഷേ ഇതും ചെറിയ തൈയാണ്. ഇത് ചെറുനാരങ്ങയാണ്. പിന്നെ ആൾ സീസൺ ആട്ടോ. ഇത് ലിച്ചി. ഇതും ആൾ സീസൺ ആട്ടോ, ലിച്ചി. ഇത് പിന്നെ ചാമ്പക്കയാണ്. പക്ഷേ ചാമ്പക്ക വേറെ ഐറ്റത്തെ പെട്ട കേട്ടോ. ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും തൈകളാണ് നമുക്ക് നടാനുള്ളത് കേട്ടോ. നട്ടിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഓറഞ്ചാണ് നട്ട് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഓറഞ്ച് തൈയാണ്. ഇനി നല്ല രീതിയിൽ നമുക്ക് വെള്ളം നട്ട് പാർന്നുണ്ട്. നല്ല രീതിയിൽ വെള്ളം പാരണം കേട്ടോ. നല്ലോണം താന്ന് പോകണം. അപ്പോൾ അതൊന്ന് കണ്ടിന്യൂഷൻ കാണട്ടെ. ഇനി ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഫില്ല് ചെയ്തിട്ടോ. വെള്ളം കണ്ടോ, ഇതിലങ്ങനെ ഒലിക്കുന്നുണ്ടോ. പിന്നെ അതുപോലെ ഈ ഹോളിലൂടെ ഒലിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഓവറായി കഴിഞ്ഞാൽ അതിൽ ഓവർഫ്ലോ ആയിട്ട് വരണം. അതിനാണ് നമ്മൾ ചകിരി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തിട്ടൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ തൈകളും നട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലാ തൈകളും നട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓരോന്നോരോന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് ചെറുനാരങ്ങയാണ് കേട്ടോ. അതുപോലെ ഇത് പിന്നെ വിയറ്റ്നാം മെർലിൻ്റെ പിലാവാണ്. പിന്നെ 2 വർഷം കൊണ്ട് കഴിക്കുന്നതാണ്. ഇത് ലിച്ചിയാണ് കേട്ടോ. അതുപോലെ ബട്ടർ, പിന്നെ അതുപോലെ ചിക്കു, ബനാന ചിക്കുവാണ്. പിന്നെ ആപ്പിൾ ചാമ്പക്ക, പിന്നെ അപ്പുറത്ത് ഓറഞ്ച്. ഇതിൽ 1-2 പിന്നെ തൈകൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറുതായപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നട്ടിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഇതിനൊക്കെ നമ്മൾ ഇതുപോലെ കയറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കയറിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിടുത്തത്തിലുണ്ട്. നമുക്ക് ഈസി ആയിട്ട് 2 ആളുണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെക്കാൻ പറ്റും കേട്ടോ. ഒരു ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് എടുത്ത് മാറ്റി വെക്കാൻ പറ്റും. ഈ കയർ ഇവിടെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്ലാസ്റ്റിക് കയർ ഒരിക്കലും കൊടുക്കരുത്. ഇത് നൈലോണാണ്, നമ്മൾ ക്ലോത്താണ് കേട്ടോ. ഇത് പ്ലാസ്റ്റിക് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ വെയിൽ കൊണ്ടിട്ട് ഇതിൻ്റെ നുരുമ്പ് ഇങ്ങനെ ചാടും. പിന്നെ അത് നുരുമ്പ് പിന്നെ ഇതിൽ ലയിക്കൂട്ടും. അപ്പോൾ ഒരിക്കലും പ്ലാസ്റ്റിക് കൊടുക്കാൻ പാടില്ല. നൈലോണാണ്, ക്ലോത്തിൻ്റെ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെയാണ്. നമ്മൾ ഇതിൽ ഒരു പിന്നെ NIT റംബുട്ടാൻ്റെ തൈ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് റംബുട്ടാൻ്റെ തൈൻ്റെ ആവശ്യം ഇവിടെ വന്നിട്ടില്ല. കാരണം നമുക്ക് റംബുട്ടാൻ 3 ഓൾറെഡി ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവിടെ നിന്നാണ് നമ്മൾ ഫ്രൂട്ട്സ് തൈകൾ തുടങ്ങുന്നത്. അതൊക്കെ സാധാ ഇതിലാണ്. ഇത് കണ്ടോ, ഇത് പിന്നെ ചിക്കുവാണ്, സാധാ ചിക്കുവാണ് ഉള്ളത്. പിന്നെ ഇത് റംബുട്ടാൻ NITയിൽ യെല്ലോ ആണ് കേട്ടോ. റെഡ് അല്ല ഇത് വരാം, യെല്ലോ ആയിട്ടാണ് ഇത് കായ്ക്കട്ടോ. ഇത് പിന്നെ അടുത്ത വർഷം മുതൽ കായ്ച്ച് തുടങ്ങും. ഇത് പിന്നെ ഓറഞ്ചാണ്. ഇത് ചാമ്പക്ക, ആപ്പിൾ ചാമ്പക്കൻ്റെ വേറെ വെറൈറ്റി കേട്ടോ. ഇത് ബനാന ചിക്കുവാണ് കേട്ടോ. അതായത് സാധാ ചിക്കു അല്ല, ബനാന ചിക്കു അങ്ങനെ ഐറ്റംസിലാണ് വരിക കേട്ടോ. ഇത് പിന്നെ ബട്ടർ. ഇത് ലിച്ചി കേട്ടോ. ലിച്ചി സീസണിൽ 2 തവണ കായ്ക്കുന്ന ലിച്ചി കേട്ടോ ഇത്. പിന്നെ ഇത് പ്ലാവാണ്. പിന്നെ ഇത് ചെറുനാരങ്ങ. ഇത് ആൾ സീസണാണ് കേട്ടോ. പിന്നെ നമുക്ക് അവിടെ ഒരു NIT വരുന്നുണ്ട്. ഇതാ അവിടെ പോയി ഏകദേശം പൂവിട്ട് ഈ വർഷം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, പൂവിട്ട് ഇവിടെയൊക്കെ കായ ഉണ്ടായി തുടങ്ങി. അതിലൊക്കെ കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മാവ്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ നമ്മൾ 4 വർഷമായി വെച്ചിട്ട് കേട്ടോ. മാങ്ങയൊക്കെ പഴുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുമ്മ ഒരു രണ്ടാമത്തെ വർഷം ഒരു കായ കായ്ച്ചത്, ഒരു മാങ്ങയും. പിന്നെ 2ാമത്തെ വർഷം വീണ്ടും ഒരു മാങ്ങ. പിന്നെ ഇപ്പോൾ ഒരു 10 എണ്ണമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇത് വേറൊരു ഐറ്റം മൂച്ചയാണ്, എന്താണെന്ന് അറിയില്ല. പിന്നെ അതുപോലെ റംബുട്ടാൻ. അപ്പോൾ നമുക്ക് നയിച്ച് നോക്കിയാലോ. അപ്പോൾ ഇതിൽ ഒരുപാട് ചാടിയിട്ടുണ്ട് കേട്ടോ മാങ്ങ പഴുത്തിട്ട്. നല്ല ചെറിയൊരു മഴ പെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല മല്ലികയുടെ മാങ്ങ കേട്ടോ. അടിപൊളി മാങ്ങയാണ്. ഇനിയും ചാടിയിട്ടുണ്ടോ സംശയമുണ്ട്. ഒന്നുകൂടി ചാടിയിട്ടുണ്ട്. നമുക്ക് നയിച്ചു നോക്കിയാലോ. ഇത് ദൂരം മാറ്റി കേട്ടോ. ഇത് കണ്ടോ,
ഇതൊക്കെ പഴുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 നമുക്ക് വാലയിൽ നിന്ന് തന്നെ ചാടി കിട്ടിയിട്ടുണ്ട്. ഉണ്ടോ, നല്ല കറയാണ് കേട്ടോ. ശരിക്കും പഴുക്കുന്നേ ഉള്ളൂ. ഇതും പോന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര മാങ്ങ നമുക്ക് ഇതിൽ കിട്ടിയിട്ടോ. മല്ലികയുടെ മാങ്ങയാണ്. ഇതൊക്കെ പറിക്കാനുള്ള ഇത് പഴുത്തിട്ടുണ്ട്. ഇനി 1, 2, 3 മാങ്ങ ഇതിൽ പച്ചയാണ്. ബാക്കിയുള്ളത് ഇതൊന്നും ഇതിൽ പെട്ടതല്ല. ഇത് വേറെ ഏതൊരു ഐറ്റംസ് മാങ്ങയാണ് കേട്ടോ. ഓക്കെ. പിന്നെ അതവിടെ വലിയൊരു NITയുടെ തൈ വേറെ ഉണ്ട്. ഇത് കണ്ടോ, ഇതിലൊക്കെ നിറച്ച് പോവാട്ടോ. അതിന് ഒരുപാടുണ്ടായിരുന്നതാണ്, കഴിഞ്ഞ വർഷം ഒരുപാടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആർക്കും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് അയക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവുന്നതാണ്.